ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പം കോളേജിലും സ്കൂളിലും ഓരോ ക്ലബ്ബുകളിലൊക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ ആകാറായില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്നൊരു വെറൈറ്റി രീതിയിലൊരു പോസ്റ്റർ മേക്കിംഗ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലും ഞാൻ ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ പിക്സൽ ലാബിലാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. അപ്പോൾ മുകളിലുള്ള ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി പോയിട്ട് ഇതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നിട്ട് താഴത്തെ ആ ഒരു ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾ ആ ഒരു ക്രിസ്മസിന് ഒരു നെയിം കൊടുത്തത് അതൊന്നും ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ മേരി ക്രിസ്മസ് എന്നുള്ളതാണ് ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. എന്നിട്ട് സൈഡിലോട്ട് നിൽക്കാൻ നേരം അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരുപാട് ഫോണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെണ്ണം എന്തെന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാനത് ആ താഴെയായിട്ട് ഒന്ന് സൂം ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ ഒരു കളറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഗ്രേഡിയൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ ആഡ് ചെയ്യുക കേട്ടോ. നമുക്കിതിൽ ഒരുപാട് കളർ ആഡ് ആക്കിയിട്ട് ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഒന്ന് വേറെ ലെവലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേറെ കളറൊക്കെ ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബോക്സും കൂടെ ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ നമുക്ക് അതിലും വേറൊരു കളറും കൂടെ ആഡ് ആക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ബ്ലാക്കും ആ ഒരു റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറിൽ ആ ഒരു ബോർഡർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ടെക്സ്റ്റ് വീണ്ടും ആ ഒരു ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതും കൂടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ക്രിസ്മസ് എന്ന് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലും ഇതേപോലെ അതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനൊരു ഗ്രീൻ കളറാട്ടോ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു നെയിം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടോ. അപ്പോൾ ആ മേരി എന്നുള്ള ആ ഒരു വേർഡ് നമുക്ക് കുറച്ചൊരു വേറൊരു ലെവലിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നീക്കാൻ നേരം വേറൊരു സ്റ്റൈലിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആഡ് ആക്കണമെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ആക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ 2K23 ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് മാറ്റാം, അതിൻ്റെ ഫോണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനത് ആ ഒരു മേരിയുടെ ആ ഒരു ആറിൻ്റെ ആ ഒരു സൈഡിലായിട്ട് അത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ കോളേജിൻ്റെ നെയിം വേണമെങ്കിൽ ആഡ് ആക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആരാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതും ഇതിൽ ആഡ് ആക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഡ് ആക്കണമെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോന്നിൻ്റെ ഫോണ്ട് ചേഞ്ച് ആക്കി കൊടുക്കുക. അപ്പോഴേ കാണാൻ വ്യത്യസ്തമായിട്ടുള്ള ഫോണ്ട് ഓരോന്നിന് കൊടുക്കുക. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ അടുത്ത ഞാൻ ഇവിടെ ഡേറ്റ് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡേറ്റ് നമുക്ക് അതിൻ്റെ കളറൊന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് ആക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു റൈറ്റിങ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഫോണ്ടൊന്ന് നമ്മളൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇത് ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതിൽ വേറെ പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ഡിസൈനിൽ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് വലിയ രീതിയിൽ വെക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ആക്കണം എന്നുണ്ടെങ്കിലും ഇതേപോലെ നിങ്ങളൊന്ന് ആഡ് ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു മുകളിലുള്ള ആ ഒരു രണ്ടാമത്തെ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് നമ്മുടെ ഗാലറിയിലോട്ടൊന്ന് സേവ് ആക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് വീണ്ടും നിങ്ങൾ ആ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് സൈസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ആ വെയിറ്റ് ഹൈറ്റ് ഒന്ന് ഈ ഒരു സൈസിൽ നിങ്ങളൊന്ന് ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് താഴത്തെ ആ 4ാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മുകളിലത്തെ ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി പോയിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ നമ്മൾ ഇതിലോട്ടൊന്ന് ആഡ് ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് നന്നായിട്ട് സൂം ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് താഴത്തെ ആ ഒരു 3ാമത്തെ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സൈഡിലോട്ട് ഇങ്ങനെ നീക്കാൻ നേരം ഒപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇനി വീണ്ടും ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഒരു സംഭവം വീണ്ടും ഇതിലോട്ടൊന്ന് ആഡ് ആക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഞാൻ ക്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ചെറിയൊരു സ്പേസ് ഇട്ടൊന്ന് വെച്ചെടുക്കുക.
എന്നിട്ട് സ്ട്രോക്കിൽ പോയിട്ട് അതിൻ്റെ ആ ഒരു ബോർഡർ ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ടേ. ഇനി വീണ്ടും ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ഇമേജ് തന്നെ നമ്മൾ ഇതിലോട്ടൊന്ന് ആഡ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു പോർഷൻ, നമ്മളിപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്ത് പിക്ചറാണോ വെച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള ഒരു കണ്ണിൻ്റെ പോർഷൻ അങ്ങനെയായിട്ട് ഇതേപോലെ ചെറിയൊരു പോർഷനിൽ നിങ്ങളൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ടത് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ വെച്ച പിക്ചറിൻ്റെ അതേ സെയിം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സ്ട്രോക്ക് ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ എങ്ങനെ പൊളിക്കല്ലേ, അപ്പോൾ കുർബാന കൂടിയാലോ, നമുക്ക് ആ ഒരു ക്രിസ്തുമസ് ബേസിൽ നമുക്ക് എന്താണോ ഐഡിയ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് ഒരു ടെക്സ്റ്റ് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ട്രോക്ക് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസിൻ്റെ ട്യൂട്ടോറിയലായിട്ട് കാണും വരെ. ബൈ ബൈ.